Hello, welcome to Market Discussion of the Day. Today, December 26, 2025, ബോക്സിംഗ് ഡേ ആണ്. സോ അതുകൊണ്ടിട്ട് തന്നെ സെമി വർക്കിംഗ് ഡേ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം ഒരു ദിവസമാണ് അല്ലേ. കാരണം യൂറോപ്പിലും യു എസിലും ഒക്കെ അവധിയായിട്ടുള്ളൊരു ദിവസമാണെന്ന്. ഓക്കെ, സോ അതുകൊണ്ടിട്ട് തന്നെ മാർക്കറ്റിൽ വലിയൊരു മൂവ്മെൻറ്റ് ഉറപ്പായിട്ടും എന്താ പറയുക, ചെറിയ വോളിയം ആയിരിക്കും, പക്ഷേ വലിയ മൂവ്മെൻറ്റ്സ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യുകയും ചെയ്യാം. അല്ല, നമുക്ക് എന്താ പറയുക, വലിയ സ്പൈക്കുകൾ, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള വലിയ മൂവ്മെൻറ്റ്സ്, സിംഗിൾ ക്യാൻഡിൽസ് വലിയ മൂവ്മെൻറ്റ്സ് ഉണ്ടാക്കുന്നതൊക്കെ നമുക്ക് ഇന്നത്തെ ദിവസം കണ്ടുപോകാം എന്നുള്ളൊരു ഇന്നത്തെ ഒരു പ്രത്യേകതയാണ്. പ്രത്യേകിച്ച് യു എസ് സെഷനൊക്കെ നല്ല രീതിയിലുള്ള ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, സോ ബെറ്റർ ഇന്നത്തെ ദിവസം നമുക്ക് മാറി നിൽക്കുന്നതായിരിക്കും, പ്രത്യേകിച്ച് ഗോൾഡിൽ നല്ലത്. കാരണം അറിയില്ല, എന്ത് വേണമെങ്കിലും സംഭവിക്കാനായിട്ടുള്ള ദിവസമാണ്. സിംഗിൾ ക്യാൻഡിൽസ് ഒക്കെ വലിയ മൂവ്മെൻറ്റ്സ് ഉണ്ടാക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. പക്ഷെ ഉറപ്പായിട്ട് നമുക്ക് നമ്മളുടെ കറൻസി പെയേഴ്സിൽ ട്രേഡ് ചെയ്ത് പോവുകയും ചെയ്യാം സേഫായിട്ട്, അല്ലേ. സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെന്റൽ സൈഡ്. സോ നമ്മൾ ഫണ്ടമെന്റൽ സൈഡിലോട്ട് പോകുമ്പോൾ, കലണ്ടർ ബേസ് ചെയ്തിട്ടുള്ള ഫണ്ടമെന്റൽ സൈഡിലോട്ട് വരുമ്പോൾ, നമുക്ക് ഇന്നലെ രാത്രി 11:50 ഇന്ത്യൻ ടൈമിംഗ്, ഇന്ന് രാവിലെ വെളുപ്പിനെയായിരുന്നു റീറ്റെയിൽ സെയിൽസ് ജപ്പാനിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ അത് ആക്ച്വലി നമുക്ക് ഫോർകാസ്റ്റ് വെച്ച് നോക്കാൻ നേരത്ത് പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ് വന്നിട്ടുള്ളത്. ഫോർകാസ്റ്റ് 0.9% ആയിരുന്നു, നമുക്ക് ആക്ച്വലി വന്നപ്പം 1% ആയിട്ട് കൂടുന്നതാണ് നമ്മൾ കണ്ടത്. ഓക്കെ, സോ ഇന്ന് നമുക്ക് പ്രത്യേകിച്ച് വലിയ ന്യൂസുകളൊന്നും തന്നെ ഇല്ല. നമുക്ക് വളരെ എന്താ പറയുക, ഓൾ ഡേ ബാങ്ക് ഹോളിഡേ ആണ്. ഓക്കെ, സോ ഇന്ന് വലിയ ന്യൂസുകളൊന്നുമില്ല. മാർക്കറ്റ് മൂവിങ് ആണ്, പക്ഷേ വലിയ രീതിയിലുള്ള ഒരു വോളിയം ഒന്നും എക്സ്പെക്ട് ചെയ്യരുത്. വലിയ മൂവ്മെന്റ്സ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുകയും ചെയ്യണം എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ഓക്കെ, സോ കമ്മിങ് ടു പൊളിറ്റിക്കൽ സൈഡ്, നമ്മൾ എക്കണോമിക് കലണ്ടർ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞത്. പൊളിറ്റിക്കൽ സൈഡിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. റഷ്യ ഉക്രൈൻ വാറിൻ്റെ പീസ് ഡീല്, അതിൻ്റെ എന്താ പറയുക, സ്ലോലി റഷ്യ അത് ചെയ്യും, അല്ലെങ്കിൽ ആ ഒരു പീസ് ഡീലിലോട്ട് വരും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. നമ്മൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ വീക്കിൻ്റെ ഫസ്റ്റ് ഡേയ്സിൽ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ സംഭവിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, ഫൈറ്റിംഗ് കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഉക്രൈൻ റഷ്യയുടെ ഒരു ഓയിൽ റിഫൈനറി എന്താ പറയുക, സ്ട്രൈക്ക് ചെയ്തു ഇന്നലെ ക്രിസ്മസ് ഡേയിൽ. ഓക്കെ, സോ അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് അഫക്റ്റ് ചെയ്യും മാർക്കറ്റിനെ. അതെങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം നമുക്കറിയില്ല. ഓക്കെ, അതേപോലെ തന്നെ നൈജീരിയയിൽ US എയർ സ്ട്രൈക്സ് ഉണ്ടായി. അത് ബേസിക്കലി എന്താ പറയുക, ഒരു വാറോ കാര്യങ്ങളോ ഒന്നുമല്ല, പക്ഷേ നൈജീരിയൻ ഗവൺമെൻറ് പറഞ്ഞിട്ട് ഇസ്ലാമിക് സ്റ്റേറ്റ്സിനെതിരെ, ഇസ്ലാമിക് സ്റ്റേറ്റ്സ് മിലിറ്റൻസിനെതിരെ US സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നലെ. ഓക്കെ, സോ അങ്ങനെ ഒരു പുതിയൊരു ന്യൂസും കൂടെ വന്നിട്ടുണ്ട്. ഓക്കെ, സോ അതും മാർക്കറ്റിനെ ഡയറക്റ്റ്ലി എഫക്റ്റ് ചെയ്യും, പ്രത്യേകിച്ച് ഗോൾഡിൻ്റെ കൗണ്ടറിൽ. അതേപോലെ തന്നെ US വെനിൻസുല ടെൻഷനും നടക്കുന്നുണ്ട്. ഓക്കെ, അത് ഡ്രഗ് ട്രാഫിക്കിൻ്റെ പേരിലാണ് ഈ ഒരു കോൺഫ്ലിക്റ്റ് നടക്കുന്നത്. സോ അതും ഉറപ്പായിട്ടും മാർക്കറ്റിനെ എഫക്റ്റ് ചെയ്യും. സോ പൊളിറ്റിക്കലി ഇങ്ങനത്തുള്ള കുറേ കാര്യങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ട് വേണം നമ്മൾ ട്രേഡ് എടുക്കാൻ. നമുക്കറിയാം, നമ്മൾ ഇന്ന് മാർക്കറ്റ് ഡയറക്റ്റ്ലി എന്താണ് 78 നിന്ന് 94 നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത് ഗോൾഡിൻ്റെ മാർക്കറ്റ്, അല്ലേ. ഒരു ജമ്പ് അപ്പിലായിരുന്നു നമുക്കിന്ന് ഗോൾഡ് XAUSD സ്റ്റാർട്ട് ചെയ്തത്, അല്ലേ. സോ ഇതൊക്കെ എന്താ പറയുക, ഇങ്ങനത്തുള്ള കുറേ ബാക്ക്ഗ്രൗണ്ടുകൾ കാര്യങ്ങളും നടക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം ഉറപ്പിച്ചിട്ട് വേണം നമ്മൾ ട്രേഡിലോട്ട് ഇറക്കാനായിട്ട്. അതുകൊണ്ടിട്ട് തന്നെ നമ്മൾ ലോട്ട് സൈസ് തീരുമാനിക്കുന്നതിനകത്തും സ്റ്റോപ്പ് ലോസ് ഇടുന്നതിനകത്തും ഒക്കെ നമ്മൾ വിജിലൻ്റ് ആയിരിക്കണം. വെറുതെ കണ്ണും പൂട്ടി ചുമ്മാ ലോട്ട് സൈസ് ഒന്നും എടുക്കരുത്. നിങ്ങൾ ഒരു മാക്സിമം പോയി കഴിഞ്ഞാൽ 5% കൂടുതൽ ഒരു ട്രേഡിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, റിസ്ക് ചെയ്യാൻ പാടില്ല. ആ രീതിയിലുള്ള ലോട്ട് സൈസും ആ രീതിയിലുള്ള സ്റ്റോപ്പ് ലോസും വെച്ചിട്ട് നിങ്ങളുടെ ലെവൽസിൽ ട്രേഡ് ചെയ്ത് പോകാം എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് നമ്മളുടെ കലണ്ടർ ബേസ് ചെയ്തിട്ടും പൊളിറ്റിക്കൽ സൈഡിൽ നിന്നുമുള്ള ന്യൂസുകളിനെ കുറിച്ച് എനിക്ക് പറയാനായിട്ടുള്ളൂ. അതിനുള്ള നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ അതാണ് എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ടെക്നിക്കൽ സൈഡ്. അതിന് മുന്നേ ആയിട്ട് പല ആൾക്കാരും നമ്മൾ ഏത് ബ്രോക്കറാണ് യൂസ് ചെയ്യുന്നത്, ഏതൊക്കെ ബ്രോക്കറാണ് നല്ലതെന്നൊക്കെയുള്ള കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്.
ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന ബ്രോക്കർ വന്നിട്ട് സ്റ്റാർ ട്രേഡർ എന്ന് പറഞ്ഞിട്ടൊരു ബ്രോക്കറാണ്. ഓക്കെ, സോ സ്റ്റാർ ട്രേഡറിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതൊരു ബ്രോക്കറിനെ എടുത്തു കഴിഞ്ഞാലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് അവരുടെ റെഗുലേഷൻസ് തന്നെയാണ്. സോ സ്റ്റാർ ട്രേഡറിൻ്റെ റെഗുലേഷൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്താ പറയുക, UAE ബേസ് ചെയ്തിട്ടുള്ള സ്കാഡർ റെഗുലേഷനും, ഓസ്ട്രേലിയ ബേസ് ചെയ്തിട്ടുള്ള ASICയുടെ റെഗുലേഷനും, സൗത്ത് ആഫ്രിക്ക ബേസ് ചെയ്തിട്ടുള്ള FSCയുടെ റെഗുലേഷനും ഉള്ള ഒരു ബ്രോക്കറാണ്. അതിൻ്റെ കൂടെ ടൈറ്റ് ആയിട്ടുള്ള സ്പ്രെഡും സ്വാപ്പ് ഫ്രീ അക്കൗണ്ട്സും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പക്ഷേ ഏറ്റവും എന്താ പറയുക ക്യാച്ചി ആയിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ അവർ കൊടുക്കുന്ന ഡെപ്പോസിറ്റ് ബോണസ് ആണ്. ഓക്കെ, സോ ഡെപ്പോസിറ്റ് ബോണസ് വന്നിട്ട് യൂറോപ്യൻ ക്ലയൻസ് ആണെങ്കിൽ ആദ്യത്തെ $1000 100% ബോണസും, ബാക്കി എത്രയാണോ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന അതിൻ്റെ 20% ബോണസും, എപ്പോഴൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യുന്നു അപ്പോഴൊക്കെ 20% ബോണസ് കമ്പനി തരികയും ചെയ്യും. ഇന്ത്യൻ ക്ലയൻസ് ആണ് അല്ലെങ്കിൽ യൂറോപ്പിന് പുറത്തുള്ള ആൾക്കാരാണെങ്കിൽ ആദ്യത്തെ $500 50% ബോണസും, ടോട്ടൽ ബോണസിൻ്റെ 20% ബോണസും, അതേപോലെ എപ്പോഴൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യുന്നു അതിൻ്റെയൊക്കെ 20% ബോണസ് തരികയും ചെയ്യും. പക്ഷേ ഈ ഒരു ഓഫർ എൻ്റെ ആവുന്ന ഡിസംബർ 31, 2025 ഇത് എൻ്റെ ആവുകയാണ്. സോ അതിന് മുന്നേ ആയിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ബോണസ് പ്രോഗ്രാം നിങ്ങൾക്ക് ബോണസ് കിട്ടുകയും ചെയ്യും. ആ ബോണസ് വെച്ച് നിങ്ങൾക്ക് എക്സ്ട്രാ പൊസിഷൻസ് എടുത്ത് പോകാം. അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. ഓക്കെ, അതുകൊണ്ട് അത് മിസ്സാക്കാതിരിക്കുക. എത്രയും പെട്ടെന്ന് ഡെപ്പോസിറ്റ് ചെയ്ത് ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഇല്ല, ട്രേഡിംഗ് നിങ്ങൾ പഠിക്കുന്നതേ ഉള്ളൂ എങ്കിൽ പല ആൾക്കാരും പഠിക്കുന്നുണ്ട്, കഴിഞ്ഞ ബാച്ചിലൊക്കെ പല ആൾക്കാരും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. സോ അവരുടെ അടുത്ത് എനിക്ക് പറയാനായിട്ടുള്ളത് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ട്രേഡ് റിയൽ അക്കൗണ്ടിൽ ട്രേഡ് ചെയ്യാതിരിക്കുക എന്നുള്ളൊരു കാര്യമാണ് അല്ലേ. ഒന്ന് ജസ്റ്റ് നിങ്ങൾ കോൺഫിഡൻ്റ് ആയതിനു ശേഷം മാത്രം ചെയ്യുക. ഇത് ബോണസ് എടുക്കാൻ വേണ്ടി മാത്രം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ തന്നെ ഡെപ്പോസിറ്റ് ചെയ്ത് പോവുകയും ചെയ്യാം എന്നെടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ടെക്നിക്കൽ സൈഡ്, നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ JPY നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. JPY 156.347 നിൽക്കുന്നു. ഓക്കെ, സോ JPY ബേസിക്കലി നല്ല 156 ബൈ എടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർക്ക് എല്ലാവർക്കും ഇപ്പോൾ നല്ല രീതിയിലുള്ള ഒരു പ്രോഫിറ്റിലാണ് ഉള്ളത് എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഓക്കെ, നല്ല രീതിയിലുള്ളൊരു പ്രോഫിറ്റ് എടുത്ത് നിൽക്കുന്നു ഈ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ. ഓക്കെ, നമുക്ക് 156 അവിടുന്ന് ബൈ ചെയ്തിട്ടുള്ള ആൾക്കാർ 154.40 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കണം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഇതേവരെ മാർക്കറ്റ് പലവട്ടവും താഴോട്ട് പോയിട്ടുണ്ടെങ്കിലും നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. നമുക്ക് 1:1.5 റേഷ്യോയിൽ ടേക്ക് പ്രോഫിറ്റ് എടുത്ത് പോവുകയും ചെയ്യാം എന്നുള്ളതാണ് എനിക്ക് USD JPY പറഞ്ഞു പോകാനായിട്ടുള്ള കാര്യം. പ്രത്യേകിച്ച് ഇന്ന് ജപ്പാനിൽ നിന്ന് വന്ന റീറ്റെയിൽ സെയിൽസിൻ്റെ ന്യൂസ് അത്യാവശ്യം നല്ല രീതിയിൽ പോസിറ്റീവ് ആയതുകൊണ്ടിട്ട് തന്നെ 156 സപ്പോർട്ട് ചെയ്ത് മുകളിലോട്ട് പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവിടെ നിന്നുള്ളൊരു ബൈ എൻട്രിയാണ് എനിക്ക് റെക്കമെൻഡ് ചെയ്ത് പോകാനായിട്ടുള്ളത്. ഓക്കെ, യൂറോയിലോട്ട് വരുമ്പം നമ്മൾ യൂറോയിൽ കഴിഞ്ഞ ആഴ്ച ബുധനാഴ്ച നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 1.1800 അവിടെ ഇന്ന് സെല്ല് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തലേന്ന് നമുക്ക് ആ സെയിം ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ ഇന്നും നമുക്ക് 1.1800 അവിടെ കിട്ടുകയാണെങ്കിൽ നമുക്ക് സെല്ല് ചെയ്തുകൊണ്ട് കച്ചവടം ചെയ്യാം. 1.1800 അവിടെ സെല്ല് ചെയ്യുന്ന ആൾക്കാർ 1.1860 മുകളിലായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കണം എന്നുള്ള കാര്യം നിർബന്ധമായിട്ടും ഫോളോ ചെയ്ത് പോകേണ്ട ഒരു കാര്യം കൂടിയാണ്. ഓക്കെ, അതല്ലാതെ വേറൊരു ഓപ്പർച്യൂണിറ്റി എനിക്ക് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരാനായിട്ടില്ല. ബാക്കിയുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നമുക്ക് മാറി നിൽക്കുന്നതായിരിക്കും ബെറ്റർ. പ്രത്യേകിച്ച് റഷ്യ-ഉക്രൈൻ പോർ ഒരു പീസ് ഡീലിലോട്ട് വരുന്ന ഈ ഒരു ടൈമിൽ ഉറപ്പായിട്ടും അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഉണ്ടായാൽ ഉറപ്പായിട്ടും യൂറോനെ ആയിരിക്കും അത് ഡയറക്റ്റ്ലി എഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കി നമുക്ക് 1.18 അവിടുന്ന് സെല്ല് ചെയ്യാം. കാരണം കഴിഞ്ഞ 2 വട്ടവും നമുക്ക് സെല്ലെടുത്തിട്ട് പ്രോഫിറ്റാണ് ഉണ്ടായത് അല്ലേ. സോ ഈ സെല്ലെന്ന് പറയുന്നത് ഒരു ലോങ്ങർ ടേമിലോട്ടല്ല, ഒരു 40 to 50 പിപ്സിൻ്റെ പ്രോഫിറ്റ് എടുത്ത് മാറുക എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് പറഞ്ഞു പോവുകയാണ് കേട്ടോ. പക്ഷേ നേരത്തെ പറയാനായിട്ട് വിട്ടുപോയൊരു കാര്യമാണ് 40 to 50 പിപ്സിൻ്റെ പ്രോഫിറ്റ് എടുത്ത് മാറിപ്പോവുക എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു പോവുകയാണ്. ഓക്കെ, സോ GBP 1.3500 മുകളിലും താഴെയായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുകയാണ്. സോ ഞാൻ കടക്കുന്നതും ഇല്ല എന്നാൽ താഴോട്ട് പോകുന്നതും ഇല്ല എന്ന് പറയുന്നൊരു റേഞ്ചിൽ നിൽക്കുകയാണ് GBP. എനിക്ക് GBP പറയാനായിട്ടുള്ളത് ഒന്ന് വെയിറ്റ് ചെയ്യുക. നമുക്ക് ഇന്നത്തെ പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രം നോക്കുകയാണെങ്കിൽ 1.3450 1.3460 എന്ന് പറയുന്ന റേഞ്ചിലൊക്കെ കിട്ടുകയാണെങ്കിൽ ബൈ ചെയ്യാം. ഓക്കെ, ഇല്ലാത്ത പക്ഷം സേഫ് ആയിട്ടാണെങ്കിൽ നമ്മളൊന്ന് വെയിറ്റ് ചെയ്ത് 1.3400 അവിടെയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ബൈ ചെയ്ത് മുന്നോട്ട് പോകാം എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് GBP പറയാനായിട്ടുള്ളത്. GBP എനിക്കൊരു ലോങ്ങർ ടേം പോയിന്റ് ഓഫ് വ്യൂവിൽ പറയാനായിട്ടുള്ളൊരു കാര്യം എന്താ വെച്ചാൽ 1.3300 കിട്ടിയാൽ അതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുത്ത് അവിടെ നിന്ന് ബൈ ചെയ്ത് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലൊരു കാര്യം കൂടെയാണ് എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് GBP ഓർമ്മിപ്പിച്ച് പോവുകയാണ്.
ഓക്കെ. സോ ഉറപ്പായിട്ടും GBPയിൽ ഞാൻ 1.3300 കഴിഞ്ഞ് ഒരു മാസം മുന്നേ മാർക്കറ്റ് വന്നപ്പോൾ അവിടുന്ന് ധൈര്യമായിട്ട് ബൈ ചെയ്ത് ലോങ്ങർ ടേമിലോട്ട് നിങ്ങൾ എടുത്ത് വെക്കണം എന്നുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടുന്ന് പല ആൾക്കാരും ലോങ്ങർ ടേമിലോട്ട് ബൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അവർക്കെല്ലാം നല്ല രീതിയിലുള്ള പ്രോഫിറ്റ്, ഒരു ലോട്ട് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് ഓൾമോസ്റ്റ് $5,000 പ്രോഫിറ്റാണ് ഉണ്ടായിട്ടുള്ളത് അല്ലേ. സോ അത് വലിയൊരു പ്രോഫിറ്റാണ്. സോ അങ്ങനത്തുള്ള ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ല കാര്യം കേട്ടോ. നമ്മൾ വെറുതെ കിടന്ന് എല്ലാ ദിവസവും ട്രേഡ് ചെയ്യാതെ നമുക്കൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ പൊസിഷണൽ ട്രേഡറായി മാറുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. അത് പ്രത്യേകിച്ച് GBPയിലും യൂറോയിലും ഒക്കെ നമുക്ക് അങ്ങനത്തുള്ള അവസരങ്ങൾ കിട്ടുകയും ചെയ്യും എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. സോ ഇന്ന് നമ്മൾ GBP USDയിൽ പറയാനായിട്ടുള്ളത് 1.3400 അവിടെ കിട്ടിയ 1.3460 1.3450 ആ റേഞ്ചിൽ കിട്ടിയാൽ ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. 1.3430 താഴെയായിട്ട് ടൈറ്റായിട്ട് സ്റ്റോപ്പ് ലോസ് വെച്ച് തന്നെ മുന്നോട്ട് പോയാൽ മതി. കാരണം നമുക്ക് നല്ല ഓപ്പർച്യൂണിറ്റി ഇരിക്കുന്നത് 1.3400 1.3400 ബൈ ചെയ്യുന്ന ആൾക്കാർ 1.3340 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസും വെക്കണം എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഓക്കെ. സോ നേരെ നമ്മൾ ഗോൾഡിലോട്ട് വരുമ്പം 4519 നിൽക്കുന്നു. 4531 വരെ മാർക്കറ്റ് പോയിട്ടുണ്ട് ഒരു ഹൈയിൽ പോയപ്പോൾ. സോ ഈ 30-31 റേഞ്ച് വരെയാണ് മാർക്കറ്റ് സഞ്ചരിച്ചിട്ടുള്ളത് അല്ലേ. സോ നമുക്ക് ഇവിടുന്ന് നമുക്ക് എവിടെയാണ് നമുക്കിന്ന് അറിയാം, നമുക്ക് മാർക്കറ്റ് നല്ല രീതിയിൽ മാർക്കറ്റ് 4480 താഴെയായിട്ട് മാർക്കറ്റ് പോയിട്ടില്ല. ഇന്നൊരു ജമ്പ് അപ്പായിരുന്നു ഇന്ന് സ്റ്റാർട്ട് ചെയ്തത് മാർക്കറ്റ്. ഓക്കെ. സോ നമുക്ക് ഇന്ന് എടുക്കാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റി 4480 അവിടെ മാർക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്കൊരു ബൈ ഓപ്പർച്യൂണിറ്റി എടുത്ത് മുന്നോട്ട് പോകാം എന്നുള്ളൊരു ഒരേ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഇല്ലാത്ത പക്ഷം നമുക്ക് 4450 അവിടെ നിന്ന് മാർക്കറ്റ് നല്ല രീതിയിൽ സപ്പോർട്ട് എടുത്ത് മുന്നോട്ട് പോവുകയും ചെയ്യും. ഇത് ടെക്നിക്കൽസ് മാത്രമാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് ഫണ്ടമെൻ്റൽസ് ന്യൂസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞാൽ എനിക്കറിയില്ല. ചിലപ്പം ഒറ്റയടിക്കൊക്കെ $200-300 താഴോട്ട് പോകാം, പ്രത്യേകിച്ച് എന്തെങ്കിലും അപ്ഡേറ്റ്സ് വരികയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ. അതുകൊണ്ടിട്ട് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പൈസ മാത്രമേ നമ്മൾ ഇന്നത്തെ ദിവസം ട്രേഡിങ്ങിനകത്തോട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. അതനുസരിച്ചിട്ട് മാത്രമേ നമ്മൾ ലോട്ട് സൈസ് തീരുമാനിക്കാൻ പാടുള്ളൂ. അതനുസരിച്ച് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പാടുള്ളൂ, നമ്മളുടെ സ്റ്റോപ്പ് ലോസ് തീരുമാനിക്കാൻ പാടുള്ളൂ. സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ ഇന്നത്തെ ദിവസം ട്രേഡ് ചെയ്യാൻ പാടില്ല. ഈ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പാലിച്ചു കഴിഞ്ഞാൽ ഒരു ട്രേഡ് സ്റ്റോപ്പ് ലോസ് അടിച്ചാൽ പിന്നീട് ട്രേഡിനകത്തോട്ട് ഇറങ്ങത്തില്ല എന്നുള്ളൊരു കാര്യം കൂടെ, അങ്ങനത്തുള്ള കുറച്ച് റൂൾസ് നമ്മൾ പാലിച്ചു കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് സർവൈവ് ചെയ്ത് മുന്നോട്ട് പോകാം. ചിലപ്പോൾ നമുക്ക് പ്രോഫിറ്റ് കിട്ടും, ചിലപ്പോൾ നമുക്ക് ലോസ് ആവാം അല്ലേ. ലോസുകൾ അക്സെപ്റ്റ് ചെയ്യാൻ പഠിച്ച് മുന്നോട്ട് പോവുക എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് ഉറപ്പായിട്ടും നമുക്ക് എന്തെങ്കിലും ന്യൂസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് വീക്കെൻഡിൽ കാണാം. ഇല്ലാത്ത പക്ഷം നമുക്ക് തിങ്കളാഴ്ച കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമ്മൾ തിങ്കളാഴ്ച അല്ലെങ്കിൽ വീക്കെൻഡിൽ കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.